അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ മെഡിക്കലിലോട്ടാണ് പോകുന്നത്. ഈ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മെഡിക്കൽ കോളേജിലോട്ട് ഞങ്ങൾ റെഫർ ചെയ്ത് വിട്ടിട്ടുണ്ടെന്നും. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് നേരെ മെഡിക്കൽ കോളേജിലോട്ടാണ് പോണേ. കാരണം വരുന്നത് 24 മണിക്കൂറിനകം കൊണ്ട് വാക്സിൻ എടുക്കേണ്ടതാണ്. മുഖത്തായതുകൊണ്ട് പൂച്ച മാന്തിയതുകൊണ്ട് നമുക്ക് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് നേരെ ഞങ്ങൾ മെഡിക്കലിലോട്ട് വിട്ടു. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ പോകുന്നതായിരിക്കും വലിയ നല്ലതെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ മെഡിക്കലിലോട്ടാട്ടോ പോയത്. അപ്പൊ കാട്ടാക്കട ബസ് അവിടെ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ബസ്സിലാട്ടോ പോകുന്നത്. അങ്ങനെ ബസ്സിലൊക്കെ കയറി പൊന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. ആ ഇഞ്ചക്ഷൻ വാക്സിനേഷൻ എടുത്തതിന്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സുഖം ഉറക്കമായിരുന്നു. പിന്നെ എണീറ്റ് ആൾ ഉഷാറായി. പിന്നെ ആ വാക്സിനേഷൻ എടുത്തപ്പോൾ ഉള്ള ആ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ മറന്നങ്ങിരിക്കുക കേട്ടോ. അപ്പോഴാണ് ഞാൻ പോയ സമയത്ത് ഇത് കാണുന്നത് കേട്ടോ. ഒരു സമരപന്തലാണ് ഈ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ 195 ദിവസമായിട്ട് ഹെൽത്ത് വർക്കേഴ്സിന്റെ ഒരു സമരപന്തലാട്ടോ അത്. അവരെയൊക്കെ സമ്മതിക്കണം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് അവൾ ഇരിക്കുന്നുണ്ടല്ലോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി. അപ്പൊ ഈ പള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ആ ഒരു ഭംഗിയുണ്ട്, നല്ല അടിപൊളി പള്ളിയാട്ടോ അത്. അങ്ങനെ ഞങ്ങൾ തമ്പാനൂർ ഇറങ്ങിയിട്ട് നേരെ മെഡിക്കൽ കോളേജ് ബസ് പിടിച്ചാട്ടോ പോയത്. മെഡിക്കൽ കോളേജിലെത്തി. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്ന ഒ.പി ടിക്കറ്റ് റെഫർ ചെയ്തിട്ടുള്ളത് നേരെ കാഷ്വാലിറ്റിയിലോട്ട് പോയി അവിടെ കൊണ്ട് കാണിക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ കാഷ്വാലിറ്റിയിലോട്ടാണ് ഫസ്റ്റ് കയറി പോയത്. അങ്ങനെ ചെന്ന് അവിടെ ചെന്നപ്പോ തന്നെ അവിടെ സെക്യൂരിറ്റി അവര് ഞങ്ങളെ നല്ലപോലെ ചുറ്റിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഡോക്ടറിനെ കണ്ട് എഴുതി വാങ്ങിച്ച് ENT പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനി അവിടെ ചെന്നിട്ടാണ് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ. ഇവിടത്തുള്ള മരുന്ന് നോക്കിയപ്പോൾ ഇവിടെയുള്ള മരുന്ന് കുട്ടികൾക്ക് അലർജിയും കാര്യങ്ങളൊക്കെ വരെ ശ്വാസമുട്ടൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് 1500 രൂപയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ മൂക്കിൽ 6 ഇഞ്ചക്ഷൻ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോവാട്ടോ. അപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.